ഇരിക്കുകയാണ്. ഈ ബൈപ്പോളാർ അഫക്റ്റീവ് ഡിസോർഡർ എന്നുള്ളത് പുതിയതായിട്ടൊരു അസുഖമല്ല. നമ്മളിപ്പോൾ രാമായണം നോക്കുകയാണെങ്കിൽ ശ്രീരാമന് ഡിപ്രഷൻ വന്നു എന്നാണ് പറയുന്നത്. ശ്രീരാമനെ വനവാസത്തിനൊക്കെ വിട്ടപ്പം ആ സമയത്ത് അദ്ദേഹത്തിന് ഡിപ്രഷൻ വന്നു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മഹാഭാരതം നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ യുദ്ധം, കൗരവരും പാണ്ഡവരും തമ്മിൽ ആ യുദ്ധം നടക്കുന്ന സമയത്ത് അർജുനൻ ആ യുദ്ധരംഗത്ത് ഇത്രയും എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ഞാൻ കൊന്നുകൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പം ആ സമയത്ത് അർജുനന് ഡിപ്രഷൻ വന്നു. അപ്പോൾ ആ ഡിപ്രഷൻ വന്ന സമയത്ത് ശ്രീകൃഷ്ണൻ കൊടുത്ത ഗീതോപദേശമാണ് ഇന്നിപ്പം നമ്മുടെ മോഹനസുന്ദരൻ സാർ പറഞ്ഞ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ പറയുന്ന തെറാപ്പിയൊക്കെ ശരിക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. നമുക്ക് പഴയ നിയമം നോക്കുകയാണെങ്കിൽ സോളമൻ രാജാവിന് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഇലിയഡ്, നമ്മുടെ വിഖ്യാതമായ ഇലിയഡിൽ ഡിപ്രഷനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 100 വർഷം മുമ്പ് ഹിപ്പോക്രാറ്റസ്, നമ്മുടെ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്, അന്ന് മാനിയാക്, ഡിപ്രസീവ്, മെലൻകോളിയ എന്നൊക്കെ പറയുന്ന രീതിയിൽ പല രീതിയിൽ അദ്ദേഹവും ഈ മാനിയ എന്നുള്ള അസുഖം, അതായത് ഉന്മാദാവസ്ഥയും ഡിപ്രഷൻ എന്നുള്ള അസുഖത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പണ്ടെല്ലാം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നൊരു സിനിമയാണ് താളവട്ടം. മോഹൻലാലിൻ്റെ താളവട്ടം എന്നുള്ള സിനിമയിൽ മോഹൻലാലിന് മാനിയ എന്നുള്ള അസുഖം ഉണ്ടായിരുന്നതായിട്ടാണ് അതിൽ ചിത്രീകരിക്കപ്പെടുന്നത്. ഈ താളവട്ടം എന്നുള്ള സിനിമയെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രശസ്ത ഇംഗ്ലീഷ് സിനിമയുണ്ട്, വൺ ഫ്ലൂ ഓവർ കുക്കൂസ് നെസ്റ്റ് എന്ന് പറയും. ആ കുക്കൂസ് നെസ്റ്റിൻ്റെ ഏകദേശം ഒരു സെമി ആയിട്ടുള്ളൊരു അനുകരണമാണ് ഈ മോഹൻലാലിൻ്റെ താളവട്ടം. അതിൽ മാനിയായിട്ടാണ് കാണിക്കുന്നത്. ഇനി മാനിയ വളരെ നന്നായിട്ട് സയൻറ്റിഫിക് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു സിനിമ ഏതാണെന്ന് നോക്കിയാൽ ഗേൾ ഇന്ററപ്റ്റഡ് എന്നുള്ളൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ വളരെ നന്നായിട്ട് തന്നെ അതിൽ കാണിക്കുന്ന ജോലിയ എന്നുള്ള കഥാപാത്രം, മറ്റേ ആക്ട്രസ് വളരെ നന്നായിട്ട് മാനിയ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മലയാളം സിനിമയിൽ പല സിനിമകളിൽ നോക്കുകയാണെങ്കിൽ ബൈപ്പോളർ ഡിസോർഡർ എന്നൊക്കെ നമ്മൾ കേൾക്കാം. വടക്കനാരൻ സിനിമയിൽ മോഹൻലാലിന് മാനിയ ആയിരുന്നു, മാനിക് ഡിപ്രസീവ് സൈക്കോസിസ്. നമ്മൾ ഇന്ന് പറയുന്ന ഈ ബൈപ്പോളർ ഡിസോർഡറിന്റെ പഴയൊരു പേരാണ് മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് എന്നുള്ളത്. മാനിയ, ഉന്മാദാവസ്ഥ, ഇവിടെ അതിനെ പറ്റിയിട്ടൊക്കെ ധാരാളം പറഞ്ഞു കഴിഞ്ഞു. ഒരു സമയത്ത് ഉന്മാദാവസ്ഥ, വളരെയധികം സംസാരിക്കുന്നു, ഓവർ ആക്റ്റീവ് ആവുന്നു, പൈസ സ്പെൻഡ് ചെയ്യുന്നു, വലിയ വലിയ ചിന്തകൾ, വലിയ വലിയ ആലോചനകൾ, വലിയ വലിയ പ്ലാനുകൾ, ഉറക്കം തീരെയില്ല. ആ സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം വരാം, ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാം, പരസ്ത്രീ ബന്ധങ്ങളിൽ ഏർപ്പെടാം. ഇതാണ് മാനിയ. ഇതേ വ്യക്തിക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരുന്ന അവസ്ഥയാണ് വിഷാദം, ഡിപ്രഷൻ. ഈ വിഷാദം വരുന്ന അവസ്ഥയിൽ, ഈ ഉന്മാദാവസ്ഥയിൽ കണ്ടിരുന്ന അതേ വ്യക്തി അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല, ആളുകളായിട്ട് ഇടപഴകുന്നില്ല, എപ്പോഴും കരച്ചിൽ, എപ്പോഴും ചിന്ത, ആലോചന, ഉറക്കമില്ല, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതാണ് വിഷാദാവസ്ഥ. ഇപ്പം ഇത്തരത്തിൽ ഈ വിഷാദവും ഉന്മാദവും ആയിട്ടുള്ള പ്രമേയമായിട്ടുള്ള നിരവധി സിനിമകൾ ശരിക്കും ഉണ്ടായിരുന്നു നമുക്ക് മലയാള സിനിമയിൽ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സിനിമയുണ്ട്, 2013 തോന്നുന്നു അത് വന്നത്. സൈലൻസ് എന്നുള്ളൊരു സിനിമ, അതിലും ബൈപ്പോളർ ഡിസോർഡറാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന സിനിമ അനുരാഗി എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു പണ്ടത്തെ. ആ സിനിമയിലും കാണിക്കുന്നതാണ് ഉള്ളടക്കം സിനിമയിൽ കാണിക്കുന്ന ഡിപ്രഷൻ എന്നുള്ളൊരവസ്ഥയാണ്. ശരിക്ക് മലയാള സിനിമയുടെ ഒരു കച്ചവടം തന്നെ ഈ സൈക്യാട്രി ആയിട്ടുള്ള ചില അസുഖങ്ങൾ വെച്ചിട്ടാണ് ആ സിനിമകളൊക്കെ വിജയിക്കുന്നത്. മണിച്ചിത്രത്താഴ് ബൈപ്പോളർ ഡിസോർഡർ അല്ലെങ്കിൽ പോലും അതിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ് കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് സിനിമ വിജയിക്കുന്നുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബൈപ്പോളർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ 100-ൽ ഒരാളെ ബാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ 3,30,00,000 ഒരു ജനസംഖ്യയുള്ള ഈ കേരളത്തിൽ ഏകദേശം 3,30,000 പേർക്കെങ്കിലും ബൈപ്പോളർ ഡിസോർഡർ ഉണ്ട്. ഇനി ഒരു 20 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആളുകളെയാണ് ഈ ബൈപ്പോളർ ഡിസോർഡർ കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇതിനെ അങ്ങനെ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ ബാധിക്കാം. പണക്കാരനെയും പാവപ്പെട്ടവരെയും, സമൂഹത്തിന്റെ ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരെയും, ദരിദ്രനെയും പാവപ്പെട്ടവരെയും എല്ലാം ഒരുപോലെ ബാധിക്കുന്ന ഒരു രോഗമാണ്. പിന്നെ ഇത് ഈ അസുഖത്തിന്റെ കാരണങ്ങളെ കുറിച്ച് പറയുമ്പം ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സാറ് പറഞ്ഞു. അതായത് അച്ഛനോ അമ്മയ്ക്കോ ഈ അസുഖം ഉണ്ടെങ്കിൽ 25% സാധ്യത മക്കൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്.
ഇരട്ട കുട്ടികളിൽ ഒരാൾക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ ഒരു 33% മറ്റേ കുട്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരേ ഭ്രൂണത്തിൽ നിന്ന് ഇരട്ട കുട്ടികളാണെങ്കിൽ ഈ സാധ്യത അതിലും കൂടുതലാണ്. 50 മുതൽ 75% വരെ സാധ്യത വരുന്നതാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടൊരു പങ്കുണ്ട്. പിന്നെ ഈ അസുഖത്തിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ തമ്മിൽ പരസ്പരം ആശയങ്ങൾ കൈമാറാനായിട്ട് ഉപയോഗിക്കുന്ന സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിൻ, ഡോപ്പമിൻ ഇത്തരത്തിലെ കെമിക്കൽ സാധനങ്ങളുടെയൊക്കെ അളവ് തലച്ചോറിൽ കൂടുമ്പോൾ അത് മാനിയായിട്ട് മാറും, അളവ് കുറയുമ്പം അത് ഡിപ്രഷനായിട്ട് മാറും. ഇങ്ങനെ അളവിലുള്ള വേരിയേഷൻ അനുസരിച്ച് ഡിപ്രഷൻ മാനിയൊക്കെ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ നമ്മുടെ മോഹൻസുന്ദർ സാർ പറഞ്ഞല്ലോ ലൈഫ് ഈവൻസ്, ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങൾ, അത് ചിലപ്പോൾ ദുഃഖമായാലും സന്തോഷമായാലും ഈ മാനിയും ഡിപ്രഷനൊക്കെ വരാം. പെട്ടെന്ന് എനിക്ക് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സന്തോഷം കൂട്ടിയിട്ട് ചിലപ്പോൾ എനിക്ക് മാനിയ വരും. എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ ചിലപ്പോൾ എനിക്ക് ഡിപ്രഷൻ മാനിയൊക്കെ വരും. അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ സംഭവിക്കുന്ന ജീവിതത്തിൽ വരുന്ന ആഘാതങ്ങൾ, തലച്ചോറിൽ ജനിതകമായിട്ട് ഒരു അസുഖം പിടിപെടാനുള്ള ഒരു സാധ്യത, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ വേരിയേഷൻ, അതുപോലെ തന്നെ CT സ്കാനോ MRI EEG ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അസുഖം വരാനുള്ള ഒരു ചില സാധ്യതകളൊക്കെ നമുക്ക് തലച്ചോറിൽ കാണാം. ചില ഹോർമോണിലുള്ള വ്യത്യാസങ്ങൾ, ഈ തൈറോയ്ഡ് ഹോർമോൺ, പിറ്റ്യൂട്ടറി ഹോർമോൺ, അഡ്രിനാലിൻ ഹോർമോൺ, ഇതിലൊക്കെ ചില വ്യത്യാസങ്ങൾ ചിലർക്ക് വരുമ്പം അതും ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. എന്തായാലും മാനിയ എന്നുള്ള അസുഖത്തെക്കുറിച്ച് ദിനേഷ് സാർ വളരെ ഭയങ്കര ഭീകരമായിട്ടുള്ള മുഖം പറഞ്ഞു കഴിഞ്ഞു. അവരോട് അധികം അടുക്കാൻ പോകണ്ട, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ പോലെ, നിങ്ങൾ കടുത്ത വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ പോലെ, മാനിയ വന്നാൽ അവരെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബ്രേക്കും ബെല്ലൊന്നും ഇല്ലാത്തൊരു വണ്ടി പോലെയാണ്, പിടിച്ചു നിർത്താനായിട്ട് പ്രയാസമാണ്. അപ്പം അങ്ങനത്തെ ആളുകളെ നമുക്ക് അടുത്ത ഇടവുകൾ കുറച്ച് സൂക്ഷിച്ച് തന്നെ വേണം. അവരെ മിക്കവാറും ആശുപത്രിയിൽ ബലമായിട്ട് തന്നെ അഡ്മിറ്റ് ചെയ്ത് പലപ്പോഴും ഇഞ്ചക്ഷൻ കൊടുത്തോ നമ്മുടെ മോഹൻസുന്ദർ സാറ് പറഞ്ഞ പോലത്തെ ECT ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തിട്ടൊക്കെ അവരെ കൺട്രോൾ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഡിപ്രഷനുള്ള അവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ബൈപോളർ ഡിപ്രഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആത്മഹത്യയാണ്. ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ ബാധിച്ച ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൽ ആത്മഹത്യാ സാധ്യത വളരെ വളരെ കൂടുതലാണ്. 25% ആത്മഹത്യാ സാധ്യത പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ളൊരു കടുത്ത ഡിപ്രഷനിലേക്ക് ചിലപ്പോൾ ആ വ്യക്തി പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മോഹൻസുന്ദർ സർവീസ് പറഞ്ഞ പോലെ അവർക്ക് ECT എന്നുള്ള ചികിത്സ വേണ്ടി വരും. ഡീപ്പ് ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്നൊക്കെ പറഞ്ഞു സാറ്, അത്തരത്തിലുള്ള ചികിത്സയൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. എന്തായാലും നമ്മുടെ അനീസലി പറഞ്ഞൊരു ആവർത്തന സ്വഭാവമുള്ളൊരു രോഗം നമ്മുടെ അനീസലി സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഈ അസുഖങ്ങൾ വീണ്ടും വീണ്ടും വരും. ഒരാൾക്ക് ഈ മാനിയ എന്നുള്ളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യത 50%. 2 തവണ വന്നു കഴിഞ്ഞാൽ മൂന്നാമത് വരാനുള്ള സാധ്യത 70%. 3 തവണ വന്നാൽ പിന്നെ വീണ്ടും വരാനുള്ള സാധ്യത ഏകദേശം 100%. അപ്പം ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇത് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവ് കൂടുതലും കുറയാതെയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഈ വോൾട്ടേജ് സ്റ്റെബിലൈസർ, നമ്മളിപ്പോൾ വോൾട്ടേജിലെ വേരിയേഷൻ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന പോലെ ഇവർക്ക് മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്നുള്ള മെഡിസിൻ കൊടുക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മൂഡ് സ്റ്റെബിലൈസേഴ്സ് ധാരാളം യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത സ്ഥിരമായിട്ട് ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ തന്നെ കഴിക്കേണ്ടി വന്നേക്കാം അസുഖം വരാതിരിക്കാനായിട്ട്. അതിനുള്ള നിരവധി മൂഡ് സ്റ്റെബിലൈസേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മൂഡ് സ്റ്റെബിലൈസേഴ്സ് കഴിച്ച് ഡോക്ടർ പറയുന്ന കാലാവധിയിൽ ഡോക്ടർ പറയുന്ന സമയത്ത് ക്രമമായിട്ട് പരിശോധനയ്ക്ക് വരികയും വേണ്ട ചില രക്തപരിശോധനകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ ബൈപോളർ ഡിസോർഡർ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാവുന്നേ ഉള്ളൂ.